ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് വീടെല്ലാം പൂട്ടിക്കെട്ടിയാടിയാ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പെല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂറിന് അടുപ്പിച്ച് ദൂരമുണ്ട്. 47 കിലോമീറ്ററാണ് നമ്മൾ മൊബൈലിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പെല്ലാം വെച്ചിട്ട് സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി അതുപോലെ തന്നെ അമ്പലങ്ങളിലെ ബാക്കി വിശേഷങ്ങളിലെ വഴിയെ കാണാം. ഇതുവഴി പോകുമ്പം നമ്മൾ റോഡിൻ്റെ അവസ്ഥ കൂടി ഒന്ന് കാണാം. ഇതൊക്കെയാണ് നമ്മൾ റോഡിൻ്റെ അവസ്ഥ. ഓഫ് റോഡാണ്. നമ്മൾ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് വലിയ ജില്ലയില്ലതുകൊണ്ട് ഒരുപാട് ദൂരം ഉരുട്ടി പോകേണ്ടതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അവസ്ഥ ഇതെല്ലാം ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ റോഡിലെത്തി. ഇനിയിപ്പം ജില്ലയിട്ട ഭാഗത്ത് കുറച്ചുകൂടെ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ഹൈവേ ആയി. അപ്പോൾ നമുക്ക് ഇരിട്ടി ഭാഗത്തോട്ടാണ് നമുക്ക് ഈ അമ്പലം വരുന്നത്. ഇരിട്ടി ഭാഗത്തോട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകുമ്പം ഷോർട്ട് കട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇരിട്ടി ടൗൺ ടച്ച് ചെയ്യുന്നില്ല. ഏകദേശം ഒരു പുഴക്കരക്കൈ കൂടെ ഒരു കുളപ്പ എന്ന് പറയുന്ന റൂട്ടാണ് കാണിക്കുന്നത്. ഒരു ഓഫ് റോഡാണ് കാണിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം വലിയ പുഴ, അതായത് റോഡ് ഇടിഞ്ഞിട്ട് അത്രയും വീതിയിൽ പുഴയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് കെട്ടേണ്ട പണിയെല്ലാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുളപ്പ റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളവരുടെ ഇത് എഴുതിയിട്ട് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് നമ്മളെ റൂട്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടില്ല. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ വേണ്ടി. ശരിക്കും ഒരു ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത് തന്നെ നമുക്ക് വലിയൊരു തിരുപാടുണ്ടായില്ല. പക്ഷേ ഗൂഗിൾ മാപ്പ് വെച്ചുകൊണ്ട് ഏതായാലും നമ്മൾ ശരിക്ക് എത്തേണ്ട സ്ഥലത്തെത്തും, ലക്ഷ്യസ്ഥാനത്തെത്തുന്നില്ല രീതിയിലാണ് നമ്മൾ ഇതിലേ അങ്ങ് പോകുന്നത്. അപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദേവി എന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ ദേവത എന്നാണ് പറയപ്പെടുന്നത്. അത് ആ സംഗീതം മുഴങ്ങുന്നത് കൊണ്ടാണ് അവിടെ മുഴക്കുന്നു എന്ന സ്ഥലത്തിന് പേര് വന്ന് അങ്ങനെയും പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും നല്ല ശക്തിയുള്ള, അതായത് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും സാധിക്കും. അത്രയും നല്ല ശക്തിയുള്ള ദേവിയാണ്. ഏകദേശം മൂകാംബിക അമ്പലത്തിൻ്റെ അത്രത്തോളം ശക്തിയുള്ള ക്ഷേത്രമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. നല്ല സൈഡ് ഭാഗം നല്ലൊരു വയലും അങ്ങനെയെല്ലാം വരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9:40 കൂടിയായിരുന്നു നമ്മളെ വീടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 11:10 ആയിട്ടുണ്ടാവും നമ്മൾ ഏകദേശം അമ്പലത്തിലെത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ എത്തുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. തൊഴുതിട്ട് പുറത്ത് ഭക്ഷണമെല്ലാം ഉണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവും ചെയ്തില്ല. ചില ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വലിയൊരു തിരക്കൊന്നും ഉണ്ടായില്ല. നമുക്ക് നല്ല സൗകര്യത്തോടെ തൊഴാനും ഇതിനും പറ്റിയ. പക്ഷേ ചില സമയത്ത് ഭയങ്കര തിരക്കാന്നെല്ലാം പറയുന്നുണ്ട്. പുറത്തുനിന്നെല്ലാം ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. നമ്മൾ മുന്നേ പോയ സമയത്തെല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടായില്ല, കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 3ാമത്തെ പ്രാവശ്യം നമ്മൾ പോകുന്നുണ്ടായേ. നമ്മൾ പണ്ടൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു 5-10 വർഷത്തിനുള്ളിലാണ് നമുക്ക് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് തന്നെ അറിയുന്നത് തന്നെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറേ ഈ അമ്പലത്തിൻ്റെ പ്രസിദ്ധിയും കാര്യങ്ങളും ഇല്ല, ഒരുപാട് ശക്തിയും കാര്യങ്ങളും ഇല്ലേ വീഡിയോസ് എല്ലാം ഒരുപാട് കണ്ട് കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടി വണ്ടിയാക്കിയിട്ട് പോയി. പിന്നെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വന്നു. ഇത് 3ാമത്തെ പ്രാവശ്യം നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇതിൻ്റെ കുളം താഴെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കുളമുണ്ട്. അപ്പോൾ അവിടുന്ന് കാലും കൈയെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെ വന്ന് ഇതിൽ റെസ്റ്റെല്ലാം എടുത്ത് അതിന് ശേഷം നമ്മൾ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് വഴിപാടിനുള്ള ചീട്ടെല്ലാം മുറിച്ച്, അതുപോലെ തന്നെ അവിടെ നമ്മളെ പായസം ഇതേ ഉണ്ടായില്ല, നമ്മളെ കടും പായസം, ബാക്കിയെല്ലാം തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കടുംപായസം എല്ലാം കഴിച്ച് വഴിപാട് കഴിച്ച് ബാക്കിയെല്ലാം കഴിച്ച് നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുത് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. നമുക്ക് അമ്പലത്തിൽ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ പരദേവതാ ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ കാണാം പഴശ്ശിരാജേൻ്റെ വലിയൊരു പ്രതിമ. ജനിച്ചതും മരിച്ചതുമായ കൊല്ലം എല്ലാം എഴുതിയിട്ടുള്ള ഒരു വലിയൊരു പ്രതിമ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. പഴശ്ശിരാജ പണ്ട് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ പോർക്കലിക്ക് കുരുതി പൂജ നടത്തി പോകുന്നതായിട്ടുള്ളൊരു വിശ്വാസം കൂടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളീൻ്റെ ഉത്ഭവം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു
ഐതിഹ്യം കൂടി കേൾക്കാനുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ പരശുരാമൻ നിർമ്മിച്ച 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗശൈലീശ്വരി ക്ഷേത്രം എന്നും കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. എനിക്കൊരുപാട് കഥകളൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഈ യൂട്യൂബിൽ അടിച്ച് നോക്കിയ സമയത്തും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ ഓരോന്ന് കിട്ടിയതാണ്. എനിക്കതിനെക്കുറിച്ച് വലിയതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അതിൻ്റെ പുറകുവശത്തോട് ഒരുപാട് ക്ഷേത്ര ഉപദേവതമാരും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. പൊതുവേ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിലൊന്നും വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ. അപ്പോൾ എണ്ണത്തോണിയെല്ലാം അപ്പോൾ അതിലെല്ലാം എണ്ണ ഒഴിക്കൽ, അതുപോലെ ബാക്കി ഒരുപാട് ഉപദേവതകളെല്ലാം എൻ്റെ ബാക്ക് വശത്ത് ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ വന്നത് ഒരു 5-6 വർഷം മുന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തേക്കാൾ ഒരുപാട് ക്ഷേത്രത്തിന് മാറ്റങ്ങളെല്ലാം സംഭവിച്ചു. പുറകുവശത്തുള്ള ദേവസ്ഥാനങ്ങളിൽ ഒരുപാട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയതാണോ പുതിയതായിട്ട് വന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു അന്തരീക്ഷം, നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ. അപ്പോൾ ഇന്ന് വരുമ്പോൾ ഞാനൊരു അരിയുണ്ട അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും വിചാരിച്ചു വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇതാ കണ്ട എങ്ങനെയുണ്ട്. അപ്പോൾ ഒന്നിന് 12 രൂപയാണ്. അത്യാവശ്യം ചെറിയ മാതിരി വലിപ്പം ഉണ്ടായില്ലേ. അപ്പോൾ ഭയങ്കര പൈസയായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഒരു അരിയുണ്ട ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ അതും എല്ലാവരും കാണാൻ മറക്കല്ലേ.